ഹലോ, ഇന്ന് എൻ്റെ മോളുടെയും ഒരു കുട്ടി ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ ഉച്ചയോടനൊരു ഭയങ്കര സന്ധ്യ വരെയുള്ള ഒരു ഡേ ആണ്. എണീറ്റ് ചെയ്യുമ്പോൾ കുറേ നേരം മോളുമായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ കുഞ്ഞിന് ഫീഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിക്കാൻ ഇന്ന് നല്ല ചോറും മോരുകറിയും മത്തങ്ങയും പയറും തോരനും കുഞ്ഞമത്തിക്കറിയും കുഞ്ഞുമത്തി വറുത്തതും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു മത്തി. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോളെ കുറച്ച് നേരം പായൽ കിടത്തും. അപ്പോൾ ഇങ്ങനെ താഴെ കൊണ്ട് പായൽ കിടത്തി നമ്മളെല്ലാവരും അടുത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവളുടെ അമ്മാവൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ കളിച്ച് ആശാട്ടി അങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ പിന്നെ ഞാൻ നേരെ ബെഡിൽ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി കുറച്ച് നേരം ഞാനും കിടന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അന്ന് അവളെ കുളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കിടത്തി. ആ സമയത്താണ് അവർക്ക് ഞാൻ ഡ്രോപ്സ് കൊടുക്കുന്നത്. ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിവിറ്റമിൻ ആൻഡ് മൾട്ടി മിനറൽ ഡ്രോപ്സ് ഉണ്ട്, 6 months വരെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കും. അത്ര ഇഷ്ടമല്ല, ചിലപ്പോൾ ഒക്കെ കരയും, ചിലപ്പോൾ ഒക്കെ ഞാൻ കുടിച്ചോളും. എന്നാലും കുഴപ്പമില്ല, കുടിക്കണമല്ലോ. കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും കുളിച്ച് കഴിയുമ്പം അമ്മമ്മയും മോളും കൂടി വിളക്ക് കത്തിക്കുന്നിടത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ സമയത്ത് അവൾ തിരുപ്പതിയപ്പനെ നോക്കി എന്തൊക്കെയോ ചിരിക്കും, എന്താ നമുക്കും അറിയത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന അവളുടെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് പൊട്ടൊക്കെ കുത്തി സുന്ദരിയാക്കി വെച്ചിട്ട് ഞാൻ പോയി ചായ കുടിച്ചു. ചായക്ക് ഇന്ന് അവൽ നനച്ചതും പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ കറിവേപ്പില അത് നമ്മുടെ അടുത്തുള്ളൊരു ആൻറ്റി കൊണ്ടുവന്ന് തന്നതാണ്, അവരുടെ വീട്ടിലുണ്ടായത്. അത് ഞാൻ പിന്നെ വെളിയിലൊക്കെ പോയിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോയതാണ്. അങ്ങനെയൊന്നുമല്ല, വെറുതെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്. ഇതെനിക്കൊരു സമാധാനം തരുന്ന സാധനം കേട്ടോ. അങ്ങനെ ആ ഒരു ഡേ ഈവനിങ് വരെ അങ്ങനെ അങ്ങ് പോയി. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, ബൈ.